ടോപ്പേഴ്സ് അക്കാദമിയിൽ 2026-27 അക്കാദമിക് വർഷത്തേക്കുള്ള +1, +2 സയൻസ് എൻട്രൻസ് ഓറിയന്റഡ് ട്യൂഷൻ ക്ലാസുകളിലേക്കും 8, 9, 10 ട്യൂഷൻ ക്ലാസുകളിലേക്കുമുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. നമ്മുടെ കുട്ടിയുടെ ഭാവി സുരക്ഷിതമാക്കാൻ നമുക്കും ടോപ്പേഴ്സിന്റെ ഭാഗമാകാം. എ ഡിഫറന്റ് അപ്രോച്ച് ടു സക്സസ്. പൂക്കോട്ടുംപാടം നഗരമധ്യത്തിലെ വാകത്തോട്ടിൽ മാലിന്യം തള്ളിയ സംഭവത്തിൽ നടപടിയുമായി അമരപ്പുലം പഞ്ചായത്ത് അധികൃതർ. സ്വന്തം ചാനൽ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട വാർത്തയെ തുടർന്നാണ് നടപടി. പൂക്കോട്ടുംപാടം പട്ടണത്തോട് ചേർന്നാണ് പൊതുതോടായ വാകത്തോടുള്ളത്. വിവിധ കെട്ടിടങ്ങൾക്കിടയിലൂടെയുള്ള ഈ തോട്ടിൽ പ്ലാസ്റ്റിക് മാലിന്യം കുമിഞ്ഞുകൂടുകയാണെന്നും ചന്തയിലേക്ക് ഇറങ്ങുന്ന ഭാഗത്താണ് കൂടുതലായി മാലിന്യം നിക്ഷേപിച്ചിട്ടുള്ളതെന്നും തോടിന് മുകളിലൂടെയുള്ള സ്ലാബിനടിയിൽ കാണാത്ത വിധത്തിലാണ് മാലിന്യം തട്ടിയിട്ടുള്ളതെന്നും ഉൾപ്പെടെ ദൃശ്യങ്ങൾ സഹിതമാണ് സ്വന്തം ചാനൽ കഴിഞ്ഞ ദിവസം വാർത്ത നൽകിയിരുന്നത്. സമ്പൂർണ്ണ മാലിന്യമുക്ത പഞ്ചായത്തായ അമരമ്പലത്ത് പരസ്യമായുള്ള നിയമലംഘനത്തിനെതിരെ കർശന നടപടി സ്വീകരിക്കണമെന്ന് പൊതുജനങ്ങളും അഭിപ്രായപ്പെട്ടിരുന്നു. ഇതേ തുടർന്നാണ് ഗ്രാമപഞ്ചായത്ത് അധികൃതർ പ്രദേശം സന്ദർശിച്ചത്. പുഴകളും തോടുകളും മലിനമാക്കുന്നവർക്കെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. അമരമ്പലം പഞ്ചായത്തിലെ വാകത്തോട്ടില് മാലിന്യം തട്ടിയതുമായി ബന്ധപ്പെട്ട് പരാതി കിട്ടി. അത് ഇതിനു മുൻപ് തന്നെ പരിശോധിച്ചിരുന്നതാണ്. ഇപ്പൊ വീണ്ടും കൂടുതൽ അതിന് സമീപത്ത് എല്ലാ ശനിയാഴ്ചയും ചന്ത നടക്കുന്നുണ്ട്. അപ്പോൾ ആ ചന്തയിൽ 10-40 കച്ചവടക്കാർ വരുന്നുണ്ട്. അവരുടെ ഒരു ഉപജീവന മാർഗം കൂടിയാണ് അത്. പക്ഷെ അവർ മാലിന്യം കൈകാര്യം ചെയ്യുന്നതിൽ കുറച്ച് പരാജയപ്പെട്ടു. അവർ വേസ്റ്റ് അവിടെ തള്ളുകയും സമീപ കച്ചവടക്കാരുൾപ്പെടെ പച്ചക്കറി വേസ്റ്റ് ഉൾപ്പെടെ തള്ളിയതായി കണ്ടു. അപ്പോൾ അടുത്ത ശനിയാഴ്ച കച്ചവടക്കാരുടെയും അതേപോലെ ബിൽഡിംഗ് ഓണറുടെയും ചന്ത നടത്തുന്ന മാനേജറുടെയൊക്കെ മീറ്റിംഗ് വിളിച്ചിട്ടുണ്ട്. ശനിയാഴ്ച അവരെ മീറ്റിംഗ് വിളിച്ച് മുഴുവൻ മാലിന്യമായിരുന്നു പെറുക്കാനും തുടർന്ന് അങ്ങോട്ട് മാലിന്യ സംസ്കരണത്തിൽ ഹരിതകർമ്മസേനയെ കൂടി സഹകരിപ്പിച്ചുകൊണ്ട് കൂടുതൽ ഫലപ്രദമായ രീതിയിൽ അവിടെ കാര്യങ്ങൾ ചെയ്യാനാണ് തീരുമാനിച്ചത്. തോട് മലിനമാകുന്നത് പ്രദേശത്തെ കുടിവെള്ള സ്രോതസ്സുകളെയും പരിസ്ഥിതിയെയും ദോഷകരമായി ബാധിക്കുമെന്ന് പ്രദേശവാസികൾ പറയുന്നു. വാകത്തോട് പരിസരത്താണ് കവറുകളിലാക്കിയും അല്ലാതെയും വൻതോതിൽ പ്ലാസ്റ്റിക് അടക്കമുള്ള മാലിന്യങ്ങൾ തള്ളിയിട്ടുള്ളത്. ശനിയാഴ്ച ദിവസങ്ങളിൽ നടക്കുന്ന ആഴ്ച ചന്തയിൽ നിന്നുള്ള മാലിന്യങ്ങളാണ് കൂടുതലും. ശനിയാഴ്ച ചന്തയിലെ വ്യാപാരികളെയും തൊഴിലാളികളെയും ഉൾപ്പെടുത്തി യോഗം ചേരുകയും പ്രദേശം വൃത്തിയാക്കുന്നതിനുള്ള നടപടി സ്വീകരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. പ്ലാസ്റ്റിക് നീക്കി വൃത്തിയാക്കിയില്ലെങ്കിൽ വരും ആഴ്ചകളിൽ ചന്ത പ്രവർത്തിപ്പിക്കാൻ അനുവദിക്കില്ലെന്നും അധികൃതർ പറഞ്ഞു. ഒപ്പം തോട് കയ്യേറി പണിത താൽക്കാലിക കടമുറി നീക്കണമെന്നാവശ്യപ്പെട്ട് കെട്ടിട ഉടമയ്ക്ക് നോട്ടീസ് നൽകുമെന്നും അറിയിച്ചു. പഞ്ചായത്ത് അസിസ്റ്റന്റ് സെക്രട്ടറി ബി ശിവദാസൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷ ബിന്ദു, സെക്ഷൻ ക്ലർക്ക് കെ ദീപ, പഞ്ചായത്ത് ഹെൽത്ത് ഇൻസ്പെക്ടർ ഷാഹിദ വള്ളിക്കാടൻ, ഹരിതകർമ്മസേനാംഗങ്ങൾ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. ന്യൂസ് ബ്യൂറോ, പൂക്കോട്ടുംപാടം. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.